ഹായ് ഹലോ ഗ്രീൻ ടു വേൾഡിൻ്റെ പുതിയൊരു വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ നമ്മൾ ആനന്ദപുരത്തേക്ക് വന്നിട്ടാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചൂണ്ടാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരാഴ്ചയെങ്കിലും അതിൻ്റെ കേട്ടോ, ഒരാഴ്ചയ്ക്ക് മേലായിട്ടുണ്ട്. എന്താ വെച്ചാൽ കൊട്ടിയൂർ പോയതിന് ശേഷം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലും നമ്മുടെ വീഡിയോസ് ഇങ്ങനെ നോക്കി സമയം പോകണമെന്ന് അറിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് ചൂണ്ടാൻ പോക്കാണ്. അപ്പോൾ ആ ഒരു ഇത് കാരണം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം ഈ രണ്ട് പ്രശ്നം കാരണം കൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. പിന്നെ അതിനിടെ കൂടെ അതും വന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നാളെ മുതൽ നമ്മൾ വീഡിയോ ഇടണമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുള്ള കാരണം ഈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്പർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ മിക്ക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ സൈഡ് ഞാൻ വൃത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബ്രാല് ഈ രണ്ട് ചള്ളയിൽ വന്ന് നിൽക്കാറുള്ള കേട്ടോ. അപ്പോൾ അത് കാരണം ഇതൊന്നും വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ആ സാധനം മാത്രം അങ്ങോട്ട് നീങ്ങി പോകണല്ലേ. അപ്പോൾ അതൊന്നും കൂടി ക്ലീൻ ചെയ്യണം. എന്നാലും ഇവിടെ ഒരുപാട് ബ്രാല് വരും, നമുക്ക് ചൂണ്ടിയിട്ട് പിടിക്കാം. നന്നായിട്ട് തീറ്റെടുക്കണം ബ്രാലാട്ടോ. ഒരുപാട് ബ്രാലിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ള ബ്രാലിൻ്റെ കുട്ടികൾ ഇവിടുന്ന് കിട്ടും. ഇതിനെ കൊണ്ടുപോയിട്ട് ഞാൻ ടാങ്കിലിട്ട് വളർത്തി വലുതാക്കാറുണ്ട്. അപ്പോൾ അതേപോലെ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്ന് ചൂണ്ടിയിട്ടോ. ഈ ഭാഗത്ത് ഒരുപാട് ബ്രാല് കിട്ടാറുണ്ട്. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനും ഒരുപാട് ബ്രാലിനെ ഞാൻ ഇവിടുന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊന്നും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നാളെ വന്നിട്ടൊന്ന് നോക്കണം എങ്ങനെയാണെന്ന് ഉള്ള കാര്യം. അപ്പോൾ ഇവിടെയും ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ബ്രാലിന് കിട്ടും. പിന്നെ ഞാൻ ഇന്ന് പിടിച്ച മീനെ കാണിച്ചു തരാം കേട്ടോ. നല്ല മഴയ്ക്ക് കോളുണ്ട്. അപ്പം ഞാൻ പിടിച്ച പാലനെ കാണിച്ചു തരാം. ഇന്ന് ഒരെണ്ണം മാത്രം കിട്ടിയല്ല. സാധാരണ നമുക്ക് 2 വെച്ച് കിട്ടാറുണ്ട്. 2 കിട്ടാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഒരെണ്ണം കിട്ടിയുള്ളൂ. ഇത് അത്യാവശ്യം വലുതാണ്. അത് കാരണം കൊണ്ടായിരിക്കും എനിക്ക് ഒരെണ്ണം കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ ഒഴുക്കും കുറവാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളം കുറവാണ് കേട്ടോ. വെള്ളം കൂടിയാലാണ് പൊടിമീൻ കിട്ടിയിട്ട് പൊടിമീൻ ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ പിടിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനെ ക്ലീൻ ചെയ്യാനും ഭയങ്കര സുഖം കേട്ടോ. ഇത് വലിയൊരു പരല് പോലത്തെ സാധനമാണ്. പിന്നെ ഇതിൻ്റെ അടിയിലൊരു ബ്രാലുണ്ട് കേട്ടോ. ഇതിനെ കാണിക്കാൻ പറ്റുന്നില്ല. ഇതിലൊരു ബ്രാലും കുട്ടിയുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് ടാങ്കിൽ കൊണ്ടുവന്നാക്കണം ഇതിനെ. അപ്പം നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. 2-3 ഫോട്ടോ ഒക്കെ എടുത്തു. അത് വലിയതിന് കിട്ടിയതല്ലേ. അപ്പോൾ അത് കാരണം 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏറ്റവും ഈ പരല്, അതായത് ഈ പാലനെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ചതുമ്പിലും പിന്നെ അതുപോലെ വേസ്റ്റും കളയാന്നല്ലാണ്ട് വേറെ കല്ലുമിട്ട് ഉറച്ച് കാണുന്ന ഒരു പരിപാടി ഇല്ല. ഇതിൻ്റെ തൊലി പൊളിച്ചിട്ട് വേണമെങ്കിൽ മസാല തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. പിന്നെ മസാല കുറച്ച് മതി, അല്ലെങ്കിൽ ഇത് കരിയാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ മീൻ കിട്ടുകയാണെങ്കിൽ നല്ല ഇറച്ചിയുള്ള മീൻ, അപ്പോൾ കറി വെക്കാനായിട്ട് അടിപൊളിയായിരിക്കും. ഞങ്ങളിത് വർക്കാണ് വീഡിയോ ഇടാൻ പറ്റണില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇത് ക്ലീൻ എനിക്ക് നേരം നമ്മുടെ അടുത്ത് ഒരു കുളത്തിലേക്ക് ചൂണ്ടാൻ പോകാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാനിത് തേച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോവും. അതിന് ശേഷം പിന്നെ അവിടുത്തെ കാഴ്ചയായിരിക്കും കാണാം കേട്ടോ. കുളത്തിലെ കാഴ്ചയായിരിക്കും കാണുന്നത്. നമ്മൾ മീൻ ക്ലീൻ ചെയ്യണത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയിട്ടാണ് ക്ലീൻ ചെയ്യണത്. ഉപ്പ് ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യണത്. നാരങ്ങ ഞാൻ ചൂണ്ടിയിട്ട് വരുന്നത് മഞ്ഞപ്പൊടി ഇട്ട് കഴുകാറുണ്ട് കേട്ടോ. മഞ്ഞപ്പൊടിയും ഉപ്പിട്ട് കഴുകാറുണ്ട്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ.
മീനിക്കുള്ള കൂട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മ ചെയ്യണം കേട്ടോ. ഉപ്പ്, പിന്നെ മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്തിരി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ തക്കാളി സോസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ വെളിച്ചെണ്ണ. ഇതൊക്കെ കൂടി കേട്ടോ. പിന്നെ അതല്ല ഇപ്പം ഇത് മാത്രമാണ് ഞങ്ങൾ ചേർക്കുന്നത്. ഇത്തിരീശ് ചേർക്കാൻ പാടുള്ളൂ ഉപ്പ് ആവശ്യത്തിന്, ബാക്കിയൊക്കെ ഇത്തിരീശ് ചേർക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ കരിയാൻ ചാൻസ് കൂടും. പിന്നെ ഇത് കൂടെ ഞങ്ങൾ ചേർക്കണമെന്ന് വെച്ചാൽ തൈര്, പിന്നെ നമ്മുടെ കുറച്ച് നാരങ്ങ നീരും കേട്ടോ. അതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അൽഫാം ചെയ്യണ പോലെയാണ് നമ്മൾ ചെയ്യാറ് കേട്ടോ. ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്പർ ചെയ്തിട്ട് നല്ല വെയിലാണ്, അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് മാറിയിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പരമാവധി ഷെയർ ചെയ്തിട്ടോ. വ്യൂസ് വേണം, അത്യാവശ്യം വ്യൂസ് നമുക്ക് വേണം. സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്, ഇനി വ്യൂസാണ് വേണ്ടത്. അപ്പോൾ പരമാവധി ഷെയർ ചെയ്തോളാം നമ്മുടെ വീഡിയോസ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.